യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. 62-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഞാൻ മുള്ളരിങ്ങാട് എൻ്റെ പെങ്ങളുടെ മോൻ്റെ സ്ഥിരീകരണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഇവിടെ റേഞ്ച് വളരെ കുറവായതുകൊണ്ട് ലൈവ് പ്രാർത്ഥന നടത്താനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തുതി കരേറ്റാം. വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായി ദൈവത്തിൻ്റെ പ്രവർത്തനം കാത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതം എനിക്ക് ഉണ്ടാകണമേ. തമ്പുരാൻ്റെ പാദത്തിൽ മൗനമായി അവിടുത്തെ പ്രവർത്തനം നോക്കിക്കണ്ടുകൊണ്ട് ഇരിക്കാൻ ലഭിക്കുന്ന അനുഭവങ്ങൾ, അത് ജീവിതത്തിലേറെ മനോഹരമായ അനുഭവങ്ങളാണ്. ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരുപാട് പരാതികൾ പറയും, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കും, സങ്കടങ്ങൾ പങ്കുവയ്ക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ മനോഭാരങ്ങൾ ഇറക്കി വെച്ച് മൗനമായിരുന്ന് ദൈവിക പ്രവർത്തനം കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ജീവിതം ഇന്ന് ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകലിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു മനസ്സോടുകൂടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഭകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ബിഷപ്പന്മാർക്ക് വേണ്ടി, അച്ഛന്മാർക്ക്, ഉപദേശിമാർക്ക് വേണ്ടി, കർത്താവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിൻ്റെ വേലയിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ, യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നടത്തുന്നവർ, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, കപ്പ്യാർമാരായി സേവനം ചെയ്യുന്നവർ, അച്ഛന്മാർ, ഉപദേശിമാർ, മിഷണറിമാർ, അങ്ങനെ നിങ്ങളുടെ ഇടവകകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പങ്കാളികളായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവകൃപ അവരുടെ മേൽ വരേണ്ടതിനാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഉപസഭയായിരുന്ന കൂട്ടിക്കൽ ഇടവകയുടെ ഉപസഭയായ മേലോരം സഭയുടെ ശുശ്രൂഷകൻ ജെയിംസ് തോമസ് സാറിൻ്റെ പപ്പായുടെ മമ്മി, 98ഓളം വയസ്സുള്ള അമ്മ, ഇന്നലെ രാത്രിയിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുകയുണ്ടായി. ആ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പെങ്ങളുടെ മോൻ്റെ സ്ഥിരീകരണ ശുശ്രൂഷ 9 മണിയാകുമ്പോഴേക്കും കാളിയാർ സഭയിൽ വെച്ച് നടക്കുകയാണ്. സെൻറ്റ് മത്യാസ് CSA ചർച്ച് കാളിയാർ. അപ്പോൾ അതുകൊണ്ട് ആ ശുശ്രൂഷകൾ അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നാളെ രാവിലെ 8 മണിക്ക് കൂട്ടിക്കൽ ഇടവകയിൽ തിരുവത്താഴ ആരാധനയുണ്ട്. അതോടൊപ്പം തന്നെ മേലോരം ഇടവകയിൽ തിരുവത്താഴത്തിന് പോകേണ്ടതുണ്ട്. നാളത്തെ സകല കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരണം. ഇന്ന് നമ്മുടെ വഴികളിൽ ദൈവത്തിൻ്റെ കാവലും കരുതലും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിൽ അതിതീവ്രമായ മഴ, 10-12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ കാവലും കരുതലും എല്ലാവിധത്തിലും ദൈവം നമുക്ക് തരേണ്ടതിന് സകല കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുവാൻ ലഭിച്ച അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവെ, ഞങ്ങൾ ഇന്ന് പോകുന്ന വഴികളിൽ
ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ദൈവിക സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദിനം മാത്രമല്ല, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ ദൈവവേലക്കാരെയും ഞങ്ങൾ ഓർക്കുന്നു. അഭിമന്യ ബിഷപ്പന്മാരെയും അച്ഛന്മാരും ഉപദേശിമാരെയും മിഷണറിമാരെയും ഓർക്കുന്നു. സഭയിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമാകുന്ന കർത്താവെ, സഭയിലെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ ചെയ്യാനുള്ള സകല കാര്യങ്ങളിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നാളത്തെ ഞങ്ങളുടെ പള്ളികളിലെ ആരാധന ദൈവസാന്നിധ്യം കൊണ്ട് ഏറെ അനുഗ്രഹമായി തീരണം. ആലയത്തിൽ വരുന്നവർ ദൈവകൃപയിൽ നിറയപ്പെടണം. കർത്താവെ, കാറ്റും മഴയും കോളുമൊക്കെയുള്ള കാലത്ത് ദൈവികമായ സംരക്ഷണം അതിശക്തമായി ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രദേശങ്ങളെ ദൈവം കാത്തുകൊള്ളണം. ഞങ്ങൾ പോകുന്ന വഴികളിൽ തമ്പുരാൻ്റെ ദൂതന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുമാകുന്ന ഇടങ്ങളിൽ ജീവൻ്റെ നാഥനായവൻ തൻ്റെ കരം നീട്ടി നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടണമേ. രോഗികളും ദുഃഖിതരും ക്ഷീണമനുഭവിക്കുന്നവരൊക്കെയുണ്ട്. മനോവേദനയിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഭാരങ്ങളൊക്കെ മാറ്റപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഈ പകലിൽ ഉണ്ടാകണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന വഴികൾ, ഇടപെടുന്ന മേഖലകളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണം. പാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണമായൊരു മോചനം നേടി ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ കർത്താവ് ഈ ദിനം ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇനി ഞങ്ങൾ തിങ്കളാഴ്ച ഒരുമിച്ച് മുഖാമുഖം കാണുന്നതുവരെയും അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായി ഞങ്ങളെ സൂക്ഷിക്കണം. കർത്താവെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം ഉണ്ടാവട്ടെ. സമാധാനവും സന്തോഷവും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇന്ന് കർത്താവെ, കാളിയാറ്റിൽ വെച്ച് നടക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷ അനുഗ്രഹമായി മാറണേ. രാവിലെ മുതൽ മഴയാണ്. കർത്താവെ, അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് തരണേ. ആകാശത്തിൻ്റെ ആമേൻ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ആമേൻ ഞങ്ങൾക്ക് ഈ ദിനം നന്മയുടെ ദിനമാക്കി മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. എല്ലാവർക്കും ബലവും ശക്തിയും പകരണം. കൃപയാൽ നിറയ്ക്കണം. ക്രിസ്തുവിലൂടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിനുമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കിടത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വം എന്നേക്ക് തനക്കുള്ളതാവുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവമക്കളെ നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.